السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحابته كلهم أجمعين أما بعد. ഏറെ ബഹുമാന്യരായ ഈ ഹദീസ് സെമിനാറിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ സന്നിഹിതരായിട്ടുള്ള വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹുൽ ബുഖാരിയിൽ ഉൾപ്പെടുത്തിയ ഒരു സംഭവം സൂചിപ്പിക്കാം. ആ സംഭവം ഉദ്ധരിക്കുന്നത് മഹ്മൂദ് ബിൻ റബീഅ എന്നു പേരുള്ള ഒരു സ്വഹാബിയാണ്. അദ്ദേഹം വളരെ ചെറുപ്പകാലം മുതലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹവസിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു സ്വഹാബിയാണ്. അദ്ദേഹം ഉദ്ധരിക്കുന്നു, മഹ്മൂദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അഖൽതു മിനൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മജ്ജതൻ മജ്ജഹ ഫീ വജ്ഹി വഅന ഇബ്നു 5 സിനീന മിൻ ദൽവിൻ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് 5 വയസ്സ് പ്രായമുണ്ടായിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തൊട്ടിയിൽ നിന്ന് വുദു എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ വായിൽ വെള്ളം നിറച്ച് അടുത്തു നിന്നിരുന്ന 5 വയസ്സുകാരനായ എന്നെ പരിഗണിച്ചുകൊണ്ട് വായിൽ വെള്ളം നിറച്ച് എന്റെ മുഖത്തേക്ക് തെറിപ്പിച്ചത്, എന്നെ പരിഗണിക്കാൻ വേണ്ടി അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് അഖൽതു മിനൻ നബി, അത് അന്ന് നടന്നത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഞാൻ ഇന്നും അത് ഓർക്കുന്നു, എന്റെ മനസ്സിൽ സൂക്ഷിക്കുന്നു, എനിക്കത് വ്യക്തമായ ഓർമ്മയുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉൾപ്പെടുത്തിയൊരു ഹദീസ്. ഞാൻ ചോദിക്കുന്നു, ചരിത്രത്തിലെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിത്വം തൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു 5 വയസ്സുകാരനായ കുട്ടിയോട് കാണിച്ച ഈ ഒരു പ്രവൃത്തി എന്തുകൊണ്ടാണ് ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടത്? എന്തുകൊണ്ടാണ് ചരിത്രത്തിലെ ഏടുകളിൽ നിന്നും ഒരിക്കലും ഓർക്കേണ്ടതില്ലാത്ത, ആരാലും സ്മരിക്കപ്പെടാൻ അർഹമാണ് എന്ന് നമ്മൾ കരുതുന്ന, അർഹമല്ല എന്ന് നമ്മൾ കരുതുന്ന ഇങ്ങനെയൊരു നിസ്സാര സംഭവം എന്തുകൊണ്ടാണ് സ്വഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ലോക മുസ്ലിങ്ങൾ അവരുടെ വേദഗ്രന്ഥത്തിന് ശേഷം, വിശുദ്ധ ഖുർആനിന് ശേഷം സർവാംഗീകൃതമായി അംഗീകരിക്കുന്ന സ്വഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ എങ്ങനെയാണ് ഉൾപ്പെടുത്തപ്പെട്ടത്? അതിന് പിന്നിലുള്ള കാരണം, ആ സംഭവത്തിൽ ഉദ്ധരിക്കപ്പെടുന്നത്, അത് ബന്ധപ്പെടുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ് എന്നതുകൊണ്ടാണ്. അള്ളാഹുവിന്റെ റസൂൽ അതിൽ പരാമർശിക്കപ്പെടുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ സ്മരിക്കപ്പെടുന്നു, അദ്ദേഹവുമായി ആ സന്ദർഭം ബന്ധപ്പെടുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് ചരിത്രത്തിൽ വിസ്മരിക്കപ്പെട്ടു പോകേണ്ടിയിരുന്ന ഒരു സംഭവം, വളരെ നിസ്സാരമായ ഒരു സംഭവം ഇന്നും സ്മരിക്കപ്പെടുന്നത്. വളരെ സുശക്തമായ പരമ്പരയിലൂടെ അത് കൈമാറ്റം ചെയ്യപ്പെട്ട് പോരുന്നത്. ലോകത്ത് എത്രയോ വലിയ മനുഷ്യന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. വലിയ യുദ്ധങ്ങളിലൂടെ യുദ്ധങ്ങൾ നടത്തി വലിയ വലിയ സാമ്രാജ്യങ്ങൾ കീഴ്പ്പെടുത്തി അങ്ങനെ ലോകത്തിന്റെ വലിയ വിശാലമായ ഭൂപ്രദേശങ്ങൾ ഭരിച്ചിരുന്ന ചക്രവർത്തിമാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ ആരുടെ ചരിത്രമാണ് ഇങ്ങനെ ജീവിതത്തിൽ കൂടെ നടന്ന്, നിഴല് പോലെ കൂടെ നടന്ന് ഓരോ ചെറിയ സന്ദർഭങ്ങളെയും അതിസൂക്ഷ്മ തലങ്ങളെയും ഒപ്പിയെടുത്ത് ഇങ്ങനെ ഇത്രമാത്രം സംരക്ഷിച്ചു പോരുന്ന, തലമുറകൾക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന മറ്റൊരു സമാനമായ ഒരു വ്യക്തിത്വം നമ്മൾ കാണാത്തത് എന്തുകൊണ്ടാണ്? ഒരു മനുഷ്യൻ ചിരിച്ചത്, കരഞ്ഞത്, ഒരു മനുഷ്യൻ അണപ്പല്ലു കാണുക ചിരിച്ചതും, അതുപോലെ തന്നെ കണ്ണിൽ നിന്ന് കണ്ണുനീരുറ്റി വീണതും, വലിയ വലിയ സാമ്രാജ്യങ്ങളോട് യുദ്ധതന്ത്രങ്ങൾ മെനഞ്ഞതും, അന്നത്തെ അറേബ്യൻ ഉപദ്വീപ് മൊത്തമായി അടക്കി ഭരിക്കാൻ മാത്രമുള്ള അധികാരം നേടിയെടുത്തതും, അതേസമയം തന്റെ വീടിന്റെ ഉള്ളിൽ സ്വന്തം പത്നിമാരുമായി പ്രണയസല്ലാപങ്ങൾ നടത്തിയതും, ചെറിയ കുട്ടികളെ പരിഗണിച്ചതും, മൃഗങ്ങളോട് കരുണ കാണിച്ചതും, അങ്ങനെ തുടങ്ങി ഒരു മനുഷ്യൻ ഉണരുന്നതും അതുപോലെ തന്നെ ഉറങ്ങുന്നതും എല്ലാം അതിസൂക്ഷ്മമായി റെക്കോർഡ് ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ആ മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നതുകൊണ്ടാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട പ്രവാചകന്റെ ചര്യകൾ അത് മുസ്ലിം സമൂഹം അതിനെ കണ്ടുപോകുന്നത് ആ വഴി നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ
ഒരു മനുഷ്യൻ ഈ ലോകത്ത് ഒരു മനുഷ്യന് അതിന് സമാനമായ ഒരു സ്വത്ത് വേറൊരു സമൂഹത്തിനും കാണാൻ കഴിയില്ല. മുസ്ലിം സമൂഹത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന വേറെ ലോകത്ത് ഒരു ജനസമൂഹത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത ഒന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകൾ, ഹദീസുകൾ എന്നുള്ള ഒരു മേഖല തന്നെ. അതിൻ്റെ സംരക്ഷണം, അതിൻ്റെ പഠനം, അതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അത് ഒരു ചെറിയ കാര്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നല്ല. അത് ആ മേഖലകൾ കൈവച്ചാൽ പിന്നെ തൊട്ടാൽ പൊള്ളുന്ന മേഖലയെന്ന് നമുക്കതിന് പറയാം. ഒരാൾ ആ മേഖലയിൽ കൈവച്ചു കഴിഞ്ഞാൽ മറ്റ് ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ മേഖലയിൽ കൈവയ്ക്കുന്നത് പോലെ പോലുമല്ല. ആ മേഖലയിൽ കൈവച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ജീവിതം മുഴുവൻ നിരീക്ഷണത്തിലാണ്. ഒരു നോട്ടപ്പുള്ളി എന്ന പോലെ മരണം വരെ ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ് ചരിത്രത്തിൽ ഹദീസിന്റെ മേഖലയിൽ കൈവച്ച ഏതൊരു മനുഷ്യനും ഉണ്ടായിട്ടുള്ളത്. മുസ്ലിം ലോകം വളരെ കാലഘട്ടം മുതലേ, പ്രാരംഭ കാലഘട്ടം മുതലേ അവരുടെ അഭിമാനം എന്നോണം കൊണ്ട് നടന്ന കൈവെള്ളയിൽ എന്ന പോലും സംരക്ഷിച്ചു പോകുന്ന ഒരു മേഖലയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളുടെ സംരക്ഷണ മേഖല, ഹദീസിന്റെ മേഖല. അബ്ബാസി ഖലീഫയായിരുന്ന ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെട്ടയാളായിരുന്നു ഹാറൂനുർ റഷീദ്. ഇസ്ലാമിക സാമ്രാജ്യം വളരെ നന്നായി ഭരിച്ച, നല്ല ഇസ്ലാമിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരു ഖലീഫയായിരുന്നു ഹാറൂനുർ റഷീദ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അന്ന് അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ അദ്ദേഹം ഖലീഫയായിരിക്കുമ്പോൾ ഒരു പിഴച്ച കക്ഷിയിൽപ്പെട്ട ഒരു മനുഷ്യനെ കൊണ്ടുവന്നു. ഒരു പിഴച്ച കക്ഷിയിൽപ്പെട്ട മനുഷ്യൻ, ആ മനുഷ്യൻ ജനങ്ങൾക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആ മനുഷ്യനോട് അയാളുടെ കാര്യത്തിൽ ഒരു നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അയാളുടെ ശല്യം കാരണം ഖലീഫ ഹാറൂൻ റഷീദ് അന്ന് അയാൾക്ക് വധശിക്ഷയാണ് വിധിച്ചത്. അയാളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണം. വധശിക്ഷയ്ക്ക് വിധിച്ച അയാളെ കൊണ്ടുപോകുമ്പോൾ അയാൾ ഖലീഫയെ നോക്കി ചിരിച്ചു. അപ്പോൾ ഹാറൂൻ റഷീദ് ചോദിച്ചു, എന്തിനാണ് നീ ചിരിക്കുന്നത്? അപ്പോൾ ആ പിഴച്ച കക്ഷിയിൽപ്പെട്ട പിഴച്ച വിശ്വാസക്കാരനായ കുഴപ്പക്കാരനായ മനുഷ്യൻ പറഞ്ഞു, എന്നെ ഈ ഭൂമുഖത്ത് നിന്ന് അങ്ങ് ഇല്ലാതാക്കി കളയാം എന്നാണല്ലോ നിങ്ങൾ വിചാരിക്കുന്നത്. നിങ്ങൾ എനിക്ക് വധശിക്ഷ വിധിക്കുന്നതിലൂടെ നിങ്ങൾ മനസ്സിലാക്കുന്നത്, നിങ്ങൾ എന്നെ കൊന്നുകഴിഞ്ഞാൽ, എൻ്റെ വധശിക്ഷ നടപ്പാക്കി കഴിഞ്ഞാൽ എൻ്റെ കുഴപ്പം എല്ലാം അങ്ങ് അവസാനിക്കും, അതോടുകൂടി എന്നെ ഈ ഭൂമുഖത്ത് നിങ്ങൾക്ക് തുടച്ചു നീക്കാം എന്നാണല്ലോ നിങ്ങളുടെ ധാരണ. പക്ഷേ എന്നെ നിങ്ങൾ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കിയാലും നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി വെച്ച കുഴപ്പങ്ങളെ തുടച്ചു നീക്കാൻ കഴിയില്ല. ഖലീഫയുടെ മുഖത്ത് നോക്കി അന്ന് മനുഷ്യൻ പറഞ്ഞു, ഫഅൈന അൻത മിൻ അൽഫി ഹദീസിൻ വദഅതുഹാ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ വ്യാജമായി ഞാൻ സമൂഹത്തിൽ പ്രചരിപ്പിച്ചിട്ടുള്ള, ഇന്ന് സമൂഹത്തിൽ നിലവിലുള്ള 1000 ഹദീസുകളെ നിനക്ക് എന്തു ചെയ്യാൻ കഴിയും? എന്നെ നിനക്ക് വകവരുത്താം, വധശിക്ഷയ്ക്ക് വിധേയമാക്കാം. ഞാൻ സമൂഹത്തിൽ പ്രചരിപ്പിച്ച 1000 വ്യാജ ഹദീസുകളെ നിനക്കെന്തു ചെയ്യാൻ കഴിയും എന്ന് ഖലീഫയുടെ മുഖത്ത് നോക്കി ചോദിക്കുന്ന ഒരു പിഴച്ച വിശ്വാസക്കാരൻ. ഒരു ഖലീഫ, ഒരു ഭരണാധികാരി, ഒരു സാമ്രാജ്യത്തിൻ്റെ അധികാരിയെ സംബന്ധിച്ചിടത്തോളം ഹദീസ് വിജ്ഞാന മേഖലയിൽ നിർബന്ധമായും അറിവുണ്ടായിരിക്കണം എന്നൊന്നും നമുക്ക് വാശി പിടിക്കാൻ കഴിയില്ല. ഒരു സാധാരണ ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം അയാൾ പതറിപ്പോകുന്ന ചോദ്യമാണത്. ഒരു മനുഷ്യനെ അയാളെ വധശിക്ഷയ്ക്ക് വിധേയനാക്കാനല്ലാതെ ഈ ഭരണാധികാരിക്ക് മറ്റെന്താണ് കഴിയുക? പക്ഷേ നമ്മളൊന്ന് ആലോചിക്കണം, ഹിജ്റ 2-ാം നൂറ്റാണ്ടിൽ നടക്കുന്ന ഈ സംഭവത്തിൽ ഇസ്ലാമിക ലോകം അവരുടെ തുടക്ക കാലഘട്ടം മുതലേ അള്ളാഹുവിൻ്റെ പ്രവാചകനുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തെയും എത്രമാത്രം സൂക്ഷ്മതയോടുകൂടിയാണ് അവർ കൈകാര്യം ചെയ്തത് എന്ന് ഈ ഖലീഫ ഹാറൂൻ റഷീദിൻ്റെ ഉത്തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു സാധാരണ ഭരണാധികാരിയെ ആയിരുന്നു എങ്കിൽ ഹാറൂൻ റഷീദ് നമ്മുടെ പതറാമായിരുന്നു. പക്ഷേ ഹാറൂൻ റഷീദ് പതറിയില്ല. ഹാറൂൻ റഷീദ് ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ വലിയ വിശാലമായ സാമ്രാജ്യത്തിൻ്റെ അധികാരം കൈയാളുന്ന ഹാറൂൻ റഷീദ് ആ ചെറിയ മനുഷ്യന് മുന്നിൽ ചൂളിപ്പോയില്ല. അതിന് കാരണം മുസ്ലിം ഉമ്മത്ത് ഹദീസിൻ്റെ രംഗത്ത് കാണിച്ച ശ്രദ്ധയാണ്. ഹാറൂൻ റഷീദ് ആ മനുഷ്യനോട് തിരിച്ചു പറഞ്ഞു, ഫഅൈന അൻത യാ അദുവല്ലാഹ്, ഹേ അല്ലാഹുവിൻ്റെ ശത്രു, നീ ഇങ്ങനെ നെകളിക്കാതെ, നീ ഇങ്ങനെ ഞെളിയാതെ, ഫഅൈന അൻത മിൻ അബി ഇസ്ഹാഖ് അൽ ഫസാരി വ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക്. ഹദീസ് രംഗത്തെ കുലപതികളായ അബൂ ഇസ്ഹാഖുൽ ഫസാരിയും അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക്കും ഇവിടെ സമൂഹത്തിൽ ജീവനോടെ ഇരിക്കുമ്പോൾ നീ ഞെളിഞ്ഞുകൊണ്ട് ഈ അഭിപ്രായം പറഞ്ഞു പോകാം എന്നാണോ നീ കരുതിയത്? നീ കൊണ്ടുവന്ന ഏതൊക്കെ വ്യാജ ഹദീസുകളുണ്ടോ അതിനെയൊക്കെയും അക്ഷരമായി പിടികൂടാൻ ശേഷിയുള്ള, അതിനുമാത്രം കഴിവുള്ള, അത്രമാത്രം അവഗാഹമുള്ള ഈ 2 പണ്ഡിതന്മാർ ഇവിടെ ജീവനോടെ ഇരിക്കുമ്പോൾ ഇത് പറഞ്ഞ് നിനക്ക് വെറുതെ പോകാൻ കഴിയില്ല.
എന്ന് ഹാറൂൻ റഷീദ് മറുപടി പറഞ്ഞു. അയാളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. അന്ന് ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ഹിജറ 2-ാം നൂറ്റാണ്ടിലെ ഹദീസ് രംഗത്തെ കുലപതികളായിരുന്നു അബൂ ഇസ്ഹാഖുൽ ഫസാരിയും അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹിം. അവരുടെ അറിവും അവരുടെ കഴിവും കണ്ട് ഹാറൂൻ റഷീദ് തന്നെ ചരിത്രത്തിൽ പലപ്പോഴും അവരെക്കുറിച്ച് ഒരു അസൂയയോടെ അഭിമാനത്തോടെ ഒരിക്കലും തനിക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത അത്രമാത്രം വലിയ സ്ഥാനം നേടിയെടുത്ത ആളുകൾ എന്ന പോലെ അവരോട് പെരുമാറുമായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഹദീസിനെ സംരക്ഷിച്ചു പോകുന്നത് വിശുദ്ധ ഖുർആൻ എന്ന പോലെ തന്നെ ഹദീസുകളെ മുസ്ലിം സമൂഹം വളരെ കരുതലോടെ വളരെ ശ്രദ്ധയോടെ അതിലൊരു കള്ളനാണയങ്ങളും ഒരു വ്യാജമായ ഒരു വാർത്തയും ഒരു തരി പോലും അതിലേക്ക് ഉൾപ്പെടുത്താൻ, അങ്ങനെ ആരെങ്കിലും കടന്നു വന്നാൽ വ്യാജമായ അവകാശങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ അവരെ കൃത്യമായി മനസ്സിലാക്കാനും മാറ്റി നിർത്താനും അതിനെപ്പോലും കൃത്യമായി രേഖപ്പെടുത്താനും മുസ്ലിം സമൂഹത്തിന് അന്ന് മുതലേ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. അത് കുറ്റമറ്റ രൂപത്തിൽ ഇന്നും തുടർന്ന് പോരുകയും ചെയ്യുന്നു. അത് മറ്റൊരു സമൂഹത്തിനും അവകാശപ്പെടാൻ കഴിയില്ല. തങ്ങളുടെ ഏതെങ്കിലും മത നേതാക്കന്മാരുടെയോ ആത്മീയ ആചാര്യന്മാരുടെയോ വാക്കുകളെയോ ജീവിതത്തെയോ ഇത്രമാത്രം കൂടെ നടന്ന് നിഴൽ പോലെ ഒപ്പിയെടുത്ത് ഒന്നുപോലും വിട്ടുപോകാതെ പിന്നെ അത് തലമുറകളോളം കൈമാറ്റം ചെയ്ത് ഇന്ന് 1500 വർഷങ്ങൾക്കിപ്പുറം മുസ്ലിം സമൂഹം ഇന്ന് ലോകത്തിന്റെ ഏത് കോണിൽ ജീവിച്ചു കഴിഞ്ഞാലും ഹദീസ് നിദാന ശാസ്ത്രം പഠിക്കുന്ന ഹദീസുകൾ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് അതിൻ്റെ നെല്ലും പതിരും വേർതിരിച്ചറിയാൻ കഴിയുന്ന രൂപത്തിൽ കൃത്യമായി അത് രേഖപ്പെടുത്തപ്പെട്ടു പോന്നു എന്നത് മുസ്ലിം സമൂഹത്തിന് അഭിമാനിക്കാൻ വകയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാന ശാഖ തന്നെയാണ്. ആദ്യകാലം മുതൽക്കേ സ്വഹാബിമാർ മുതൽക്കേ അതിനുവേണ്ട ത്യാഗങ്ങൾ അനുഷ്ഠിച്ചു പോന്നു എന്നതാണ് ഹദീസിന്റെ രംഗത്തെ ചരിത്രം. ഹദീസ് എന്ന് പറയുന്ന മേഖല അത്ഭുതകരമായി മാറുന്നത് അങ്ങനെയാണ്. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം പ്രചരിപ്പിക്കപ്പെടുകയും സ്വഹാബിമാർക്ക് എല്ലാവർക്കും യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ല എന്നുള്ള രൂപത്തിൽ തന്നെ വളരെ വ്യാപകമായി അന്ന് നിലവിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു എന്നതുകൊണ്ട് ഖുർആന്റെ രംഗത്ത് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഹദീസിന്റെ രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഒറ്റയ്ക്കും കൂട്ടമായും ഒക്കെ ഹദീസ് പഠിച്ച ആളുകളുണ്ട്. ചിലപ്പോൾ ഒരൊറ്റ ഹദീസ് അത് ഒരൊറ്റ മനുഷ്യൻ മാത്രമേ കേട്ടിട്ടുണ്ടാവുള്ളൂ, ഒരൊറ്റ മനുഷ്യനോട് മാത്രമേ ഉദ്ധരിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ റസൂലിന്റെ മരണശേഷം അയാളെ കണ്ടെത്തേണ്ടി വരും, അയാളുടെ അടുത്തേക്ക് പോകേണ്ടി വരും. സ്വഹാബിമാർ മുതലേ അത് ശ്രദ്ധിച്ചിരുന്നു എന്ന് കാണാൻ കഴിയും. ജാബിർ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു അങ്ങനെ തനിക്ക് ലഭിക്കാത്ത ഹദീസുകൾ അത് ആരാണോ കേട്ടത് അയാളുടെ അടുത്തേക്ക് യാത്ര പോയ മനുഷ്യനായിരുന്നു ജാബിർ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു ഹദീസ് കേട്ടു എന്നതിൻ്റെ പേരിൽ അദ്ദേഹം സ്വന്തം വാഹനവും സമ്പത്തും ചെലവഴിച്ച് അദ്ദേഹം ജീവിക്കുന്ന ഷാമിലേക്ക് പോയി ഒരൊറ്റ ഹദീസിനു വേണ്ടി യാത്ര ചെയ്തു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇതേ ജാബിർ റളിയല്ലാഹു അൻഹു മസ്ലമത്ത് ഇബ്നു മഖ്ലദ് റളിയല്ലാഹു അൻഹു വേറൊരു ഹദീസ് കേട്ടിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്നത് ഈജിപ്തിലാണ്, മിസ്രിലാണെന്ന് അറിഞ്ഞപ്പോൾ അങ്ങോട്ടേക്കും അദ്ദേഹം വാഹനമെടുത്ത് യാത്ര പോയിട്ടുണ്ട്. മിസ്രിലേക്കും ഷാമിലേക്കും ഒക്കെ 1 മാസത്തിലധികം വഴി ദൂരമുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കൾ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു സമാനമായി ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് മിസ്രിലേക്ക് യാത്ര പോയത് അദ്ദേഹവും ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹും ഇവർ രണ്ടുപേരും മാത്രം കേട്ട ഒരു ഹദീസിനെ കുറിച്ച് ചോദിച്ച് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി മാത്രമാണ്. റസൂലിൽ നിന്ന് ഒരു മുഅ്മിനിന്റെ കുറവുകൾ ആരെങ്കിലും മറച്ചു വെച്ചു കഴിഞ്ഞാൽ പരലോകത്ത് അവന്റെ കുറവുകൾ അള്ളാഹു മറച്ചു വെക്കും എന്നുള്ള ഹദീസിനെ കുറിച്ച് സ്ഥിരീകരണം നടത്താൻ വേണ്ടി താനും അദ്ദേഹവും മാത്രം കേട്ട ഹദീസ് അദ്ദേഹം അങ്ങനെ തന്നെ ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത് കാണാൻ കഴിയും. ഈ ഹദീസ് ഞാനും നിങ്ങളും മാത്രമേ കേട്ടിട്ടുള്ളൂ ഉഖ്ബ, അതൊന്ന് സ്ഥിരീകരിക്കണം, അതിൻ്റെ വാചകങ്ങൾ ഇങ്ങനെയാണ്, അത് കൃത്യമായി ഉറപ്പുവരുത്തണം. വാഹനമില്ലാത്തതിനാൽ വാടകയ്ക്ക് വാഹനം വാങ്ങി അങ്ങനെ ഒരു വാഹനം മൃഗത്തെ കൈവശപ്പെടുത്തി അങ്ങനെ അതിനുവേണ്ടി യാത്ര ചെയ്തു മിസ്രിലെത്തി. ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഒന്ന് വീട്ടിൽ 2 ദിവസം താമസിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞപ്പോൾ ആ ക്ഷണം പോലും സ്വീകരിക്കാതെ തൻ്റെ വാഹനപ്പുറത്തുണ്ടായിരുന്ന തൻ്റെ യാത്രാ സാമഗ്രികൾ പോലും അഴിച്ചു വയ്ക്കാതെ അപ്പോൾ തന്നെ വീണ്ടും മദീനയിലേക്ക് തിരിച്ചുപോയ മനുഷ്യനാണ് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു. യാത്ര ചെയ്തത് അതിനുവേണ്ടി മാത്രം. അതിനൊക്കെ പിന്നിലുള്ള ലക്ഷ്യം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യയിൽ ഹദീസുകളിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും യാതൊരു തരത്തിലുള്ള വെള്ളം ചേർക്കലുകളും യാതൊരു തരത്തിലുമുള്ള വ്യാജമായ കാര്യങ്ങളും കടന്നുകൂടരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയാണ്. അതപ്പോൾ തന്നെ സ്ഥിരപ്പെടുത്തി പോകണം അതപ്പോൾ തന്നെ പൂർണ്ണമായും ക്ലാരിഫൈ ചെയ്തു പോകണം എന്ന സ്വഹാബിമാർ മുതൽക്കേയുള്ള നിർബന്ധ ബുദ്ധിയാണ് ഇതൊക്കെയും നമ്മളോട് സൂചിപ്പിക്കുന്നത്, പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഹദീസ് നിദാന ശാസ്ത്രം എന്നുള്ള ഒരു വിജ്ഞാന ശാഖയുണ്ടാകുന്നത്. ഉസൂലുൽ ഹദീസ്,
അല്ലെങ്കിൽ ഉലൂമുൽ ഹദീസ് എന്നൊക്കെ ഹദീസ് നിദാന ശാസ്ത്രത്തിന് അറബിയിൽ നമുക്ക് പേര് പറയാൻ കഴിയും. അങ്ങനെ ഒരു വിജ്ഞാന ശാഖയുണ്ടായി. അങ്ങനെ ഒരു വിജ്ഞാന ശാഖ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തൊരു സമൂഹത്തിനും അങ്ങനെ ഒരു വിജ്ഞാന ശാഖ അവകാശപ്പെടാൻ കഴിയില്ല. അങ്ങനെ ഒരു വിജ്ഞാന ശാഖ, അങ്ങനെ അത്രമാത്രം സങ്കീർണമായ നൂലാമാലകളുള്ള നിയമക്കുരുക്കുകളുള്ള ഒരു വിജ്ഞാന ശാഖ ലോകത്ത് വേറെ ഉണ്ടാവില്ല. വാചകങ്ങളുടെ അടുക്കൽ അക്ഷരങ്ങളും വാചകങ്ങളും ഒരു മനുഷ്യൻ്റെ ജീവചരിത്രത്തെ അത്രമാത്രം കീറി മുറിച്ച് പഠിക്കുകയും ചെയ്യുന്ന ഒരു വിജ്ഞാന ശാഖ വേറെ ഉണ്ടാവില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൻ്റെ മേഖലയിൽ ഒന്ന് കൈവച്ചു, പിന്നെ അയാളുടെ ജീവിതം മുഴുവൻ റെക്കോർഡാണ്. അയാളുടെ നോട്ടപ്പുള്ളിയാണ്. അയാൾ പഠിച്ചത് ആരുടെ അടുത്ത് നിന്ന്, എവിടെ നിന്ന്, അയാൾ ഏതൊക്കെ നാടുകളിൽ യാത്ര ചെയ്തു, അയാളുടെ കൂടെ പഠിച്ച ആളുകൾ ആരൊക്കെ, അയാളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെയും റെക്കോർഡാണ്. അബ്ദുറസാഖ് ബിൻ ഹമ്മാം എന്ന് പറയുന്ന വലിയ ഹദീസ് പണ്ഡിതൻ ഉണ്ടായിരുന്നു. മുസന്നഫ് അബ്ദുറസാഖ് എന്ന ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെതാണ്. അബ്ദുറസാഖ് ബിൻ ഹമ്മാം എന്ന് പേരുള്ള പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ദഹബ ബസറുഹു ബഅദ 200 മിനൽ ഹിജ്റ. ഹിജ്റ 200 ശേഷം അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. ചരിത്രത്തിൽ ഹിജ്റ 200 ജീവിച്ച അബ്ദുറസാഖ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടത് എന്തുകൊണ്ട് രേഖപ്പെടുത്തപ്പെടാൻ മാത്രം പ്രാധാന്യമുള്ളൊരു കാര്യമായി മാറി. ഹിജ്റ 200 ജീവിച്ച അബ്ദുറസാഖ് എന്നൊരു പേരുള്ളൊരു മനുഷ്യൻ്റെ കാഴ്ചശക്തി പോയത് എന്തുകൊണ്ട് രേഖപ്പെടുത്തപ്പെടാൻ മാത്രം, ഇന്നും വിദ്യാർത്ഥികൾ പഠിക്കാൻ മാത്രം, വലിയ പണ്ഡിതന്മാർ റെഫർ ചെയ്യാൻ മാത്രം പ്രസക്തിയുള്ള പ്രാധാന്യമുള്ള കാര്യമായി മാറി. കാരണം അത് ഒരു സാധാരണ അബ്ദുറസാഖ് അല്ലായിരുന്നു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകളുടെ മേഖലയിൽ കൈവച്ച അബ്ദുറസാഖ് ആയിരുന്നു. അങ്ങനെ കൈവച്ച ആരൊക്കെയുണ്ടോ അവരുടെ സ്ഥാനമാനങ്ങളോ പദവിയോ ഒന്നുമല്ല അവിടെ വിഷയം. അവരുടെ ജീവിതം മുഴുവൻ കീറി മുറിച്ച് പരിശോധിക്കപ്പെടും. അവരുടെ സ്വഭാവങ്ങൾ, അവർ പഠിച്ച സ്ഥലങ്ങൾ, അവരുടെ ഉസ്താദുമാർ, അവരുടെ ശിഷ്യന്മാർ, അവർ എഴുതിയ ഗ്രന്ഥങ്ങൾ ഒക്കെയും കീറി മുറിച്ച് പരിശോധിക്കപ്പെടും. ഹദീസ് പഠിപ്പിക്കുന്ന ഹദീസ് റിപ്പോർട്ടർമാർ 2 തരത്തിലാണുള്ളത്. ഈ അബ്ദുറസാഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം അവിടെയാണ് പ്രസക്തമാകുന്നത്. ചില ആളുകൾ, ചില പണ്ഡിതന്മാർ അവർ ഹദീസ് വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് പൂർണ്ണമായും അവരുടെ ഓർമ്മശക്തിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ അവർ പൂർണ്ണമായും ഗ്രന്ഥങ്ങളൊന്നുമില്ലാതെ, പുസ്തകങ്ങളൊന്നും നോക്കാതെ, പൂർണ്ണമായും അവരുടെ ഹിഫ്ളിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന പണ്ഡിതന്മാരുണ്ട്. വേറെ ചില പണ്ഡിതന്മാർ അവരുടെ ഉസ്താദിൽ നിന്ന് ഹദീസുകൾ കൃത്യമായി രേഖപ്പെടുത്തി എഴുതി വച്ചിട്ടായിരിക്കും അവർ ഹദീസ് ശേഖരിച്ചിട്ടുണ്ടാവുക. അവർ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുന്നതും ഹദീസുകൾ പുസ്തകത്തിൽ നോക്കി അവർക്ക് ഉദ്ധരിച്ചു കൊടുത്തുകൊണ്ടായിരിക്കും. അബ്ദുറസാഖ് ബിൻ ഹമ്മാം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പുസ്തകത്തിൽ നോക്കി ഹദീസുകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന വ്യക്തിയായിരുന്നു എങ്കിൽ അദ്ദേഹത്തിന് ഹിജ്റ 200 ശേഷം അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ വിവരത്തിന് പ്രസക്തിയുണ്ട്. കാരണം അതിനുശേഷം അദ്ദേഹം ഉദ്ധരിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന ഹദീസുകളിൽ പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുന്നു എന്നുള്ളത് പ്രസക്തമാകുന്നത് അവിടെയാണ്. അത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയുണ്ടായി. ഫമൻ സമിഅ മിൻഹു ഖബ്ല ദഹാബി ബസരി. അദ്ദേഹത്തിന് കാഴ്ചശക്തി നഷ്ടപ്പെടുന്നതിന് മുൻപ് കേട്ട ശിഷ്യന്മാർ അവരുദ്ധരിച്ച റിവായത്തുകൾ ഫരിവായത്തുഹു സ്വഹീഹ എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ അത് രേഖപ്പെടുത്തി. അത്ര കൃത്യമാണ് മുസ്ലിം സമൂഹം ഹദീസിന്റെ രംഗത്ത് കാണിച്ച ശ്രദ്ധയും സൂക്ഷ്മതയും. അത്ഭുതകരമാണ് മുസ്ലിം സമൂഹം അവരുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ഇങ്ങനെ സംരക്ഷിച്ചു പോകുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ലഹിയ എന്ന് പറയുന്ന പേരുള്ള വേറൊരു ഹദീസ് റിപ്പോർട്ടറുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട് കത്തിപ്പോയി. ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു അബ്ദുള്ളയുടെ വീട് കത്തിപ്പോയത് രേഖപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷേ ലഹിയയുടെ മകൻ അബ്ദുള്ളയുടെ വീട് കത്തിപ്പോയത് രേഖപ്പെടുത്തേണ്ട കാര്യമുണ്ട്. കാരണം അബ്ദുള്ള എന്ന മനുഷ്യൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് ഉദ്ധരിക്കുന്ന ആ റിപ്പോർട്ടർമാരിലെ ആ ചങ്ങല കണ്ണികളിലെ ഒരു കണ്ണിയാണ്. അങ്ങനെയുള്ള മനുഷ്യൻ്റെ വീട് കത്തിപ്പോയി. അബ്ദുല്ലാഹി ഇബ്നു ലഹിയ റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ പുസ്തകം അവലംബിച്ചുകൊണ്ട്, ഗ്രന്ഥം അവലംബിച്ചുകൊണ്ട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും, അദ്ദേഹത്തിൻ്റെ വീട് കത്തിപ്പോയപ്പോൾ കൂടെ അദ്ദേഹം അവലംബിച്ചിരുന്ന ആ പ്രധാന ഹദീസ് ഗ്രന്ഥവും കത്തിപ്പോയി. അതിനുശേഷം അദ്ദേഹം പഠിപ്പിക്കുന്ന ഹദീസുകളിൽ, അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ പ്രശ്നമുണ്ടാകും, ഓർമ്മശക്തി പ്രശ്നമുണ്ടാകും. അദ്ദേഹത്തിന് പ്രായം കൂടുന്തോറും അദ്ദേഹത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകും, തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ അത് കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതമാണ് ഇവിടെ കീറി മുറിച്ച് പരിശോധിക്കപ്പെടുന്നു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് രംഗത്ത് വലിയ പണ്ഡിതനാണ്. മുസ്നദ് അഹ്മദ് എന്ന 29,000-ഓളം വരുന്ന ഹദീസുകൾ ക്രോഡീകരിച്ച ഗ്രന്ഥത്തിന്റെ മുസ്നദ് അഹ്മദ് എന്നതിന്റെ കർത്താവാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഹദീസ് നിദാന ശാസ്ത്രത്തിലെയും വളരെ അവഗാഹമുള്ള പണ്ഡിതനാണ് അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ബുഖാരിയുടെ അടക്കം ഉസ്താദാണ് അദ്ദേഹം. അഹ്മദ് ബിൻ ഹംബൽ
റഹ്മത്തുള്ളാഹി അലൈഹി ഇതുപോലെ പല റിപ്പോർട്ടർമാരെയും കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വളരെ രസകരമായ ചർച്ചകൾ നമുക്കവിടെ കാണാൻ കഴിയും. വക്കീഅ എന്നും മസ്ഊദി എന്നു പേരുള്ള ഒരു ഗുരുവും ഒരു ശിഷ്യനും. വക്കീഅ റഹ്മത്തുള്ളാഹി അലൈഹി മസ്ഊദി റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്ന് ഹദീസ് പഠിച്ച വ്യക്തിയാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ അവർ തമ്മിലുള്ള ആ ഹദീസിൻ്റെ ആ റിവായത്തുകൾ തമ്മിലുള്ള ബലാബലങ്ങൾ പരിശോധിക്കുന്നിടത്ത് ഇമാം അഹ്മദ് രേഖപ്പെടുത്തുകയുണ്ടായി, മസ്ഊദി റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്ന് വക്കീഅ റഹ്മത്തുള്ളാഹി അലൈഹി കൂഫയിൽ വെച്ച് പഠിച്ചെടുത്ത ഹദീസുകൾ, കൂഫയിൽ വെച്ച് മസ്ഊദി ഉദ്ധരിച്ച ഹദീസുകൾ അത് കുഴപ്പമില്ല. കാരണം എന്താണ്? മസ്ഊദി റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് ചെറുപ്പക്കാരനാണ്, ആരോഗ്യത്തിന് പ്രശ്നമില്ല, ഓർമ്മയ്ക്ക് പ്രശ്നമില്ല. പക്ഷേ പ്രായം കൂടുന്തോറും, കാലം മുന്നോട്ട് പോകുന്തോറും അദ്ദേഹത്തിന് ഓർമ്മയ്ക്ക് പ്രശ്നമുണ്ടായി തുടങ്ങി. പ്രായാധിക്യമായി, വാർദ്ധക്യം ബാധിച്ചു, ഓർമ്മയ്ക്ക് പ്രശ്നമുണ്ടായി തുടങ്ങി. പിന്നെ അദ്ദേഹം യാത്ര ചെയ്തു. കൂഫയിലായിരുന്നപ്പോൾ പ്രശ്നമില്ല. ബഗ്ദാദിലെത്തിയപ്പോൾ മസ്ഊദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഓർമ്മശക്തിക്കാകെ തകരാറായി, ആശയക്കുഴപ്പങ്ങളുണ്ടായി, ഹദീസുകൾ ഉദ്ധരിക്കുന്നതിന് പല പ്രശ്നങ്ങളും ഉണ്ടായി. ഇമാം അഹ്മദ് രേഖപ്പെടുത്തി. അതുകൊണ്ട് ബഗ്ദാദിൽ, അതുപോലെ തന്നെ ബസറയിൽ ഒക്കെ അദ്ദേഹം ഉദ്ധരിച്ച ഹദീസുകൾ അത് സ്വീകരിക്കുന്നിടത്ത് നല്ല സൂക്ഷ്മത വേണം, പരിശോധനയ്ക്ക് വിധേയമാക്കണം, കീറി മുറിച്ച് ശസ്ത്രക്രിയ നടത്തി അതിൻ്റെ നെല്ലും പതിരും വേർതിരിക്കുക തന്നെ വേണം. കൂഫയിൽ വെച്ച് ഉദ്ധരിച്ച ഹദീസുകൾ പ്രശ്നമല്ല. നോക്കൂ, ഒരു മനുഷ്യൻ്റെ സഞ്ചാര പദങ്ങളെ അന്ന് ഇന്നത്തെ പോലെ അത്രമാത്രം ഭൂപടങ്ങളും ഭൂപടവിദ്യയൊന്നും വികസിച്ചിട്ടില്ലാത്തൊരു കാലത്ത് അവർ കൃത്യമായി രേഖപ്പെടുത്തി എവിടെയൊക്കെ പോയി, ആരിൽ നിന്നൊക്കെ ദീന് പഠിച്ചു, ഹദീസ് പഠിച്ചു എന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടു. ജരീർ ഇബ്നു ഹാസിം എന്ന് പറയുന്ന ഹദീസ് രംഗത്തെ വലിയ പണ്ഡിതൻ, ഇമാം ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് കാണാൻ കഴിയും. വയസ്സായ കാലത്ത് അദ്ദേഹത്തിൻ്റെ മക്കൾ അദ്ദേഹത്തെ വീട്ടിൽ പൂട്ടിയിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വീട്ടുതടങ്കലിലാക്കി വെച്ചു. എന്താണ് കാരണം? ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി പ്രായമായപ്പോൾ അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസുകൾക്ക് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. അദ്ദേഹം ഹദീസ് പണ്ഡിതനാണ്, അദ്ദേഹത്തിൻ്റെ മക്കളും ഹദീസ് പണ്ഡിതന്മാരാണ്. അപ്പോൾ മക്കൾക്ക് ഇത് വ്യക്തമായി മനസ്സിലായി, ഉപ്പ ഉദ്ധരിക്കുന്ന ഹദീസുകൾ പ്രശ്നമുണ്ട്. ഉപ്പ ഈ വയസ്സുകാലത്ത് പറയുന്ന ഹദീസുകളിൽ പല ആശയക്കുഴപ്പങ്ങളും അതുപോലെ തന്നെ ഓർമ്മക്കുറവ് ഉണ്ടായതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. മക്കൾ ഉപ്പയെ സൗമ്യമായി തന്നെ വീട്ടിൽ പറഞ്ഞു, ഉപ്പ നിങ്ങൾ പുറത്തിറങ്ങരുത്, നിങ്ങൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഹദീസ് പണ്ഡിതനാണ്, ശിഷ്യന്മാർ വരും, ആളുകൾ ചോദിക്കും, ഹദീസുകൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും, അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ അങ്ങനെ താങ്കളുടെ ഒരു പ്രശ്നം കൊണ്ട് ഒരു വ്യാജമായ ഒരു കാര്യം കടന്നുകൂടുന്നത്, അങ്ങനെ തെറ്റായ ഹദീസുകൾ ഉണ്ടാകുന്നത് ഒരിക്കലും പാടില്ലല്ലോ. അങ്ങനെ സ്വന്തം ഉപ്പമാരെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഈ തിരുചര്യ വളരെ കണിശവും കാർക്കശ്യവുമാർന്ന നിലയിൽ സംരക്ഷിക്കപ്പെട്ട് പോകണം എന്ന നിർബന്ധ ബുദ്ധി കൊണ്ട് വീട്ടുതടങ്കലിലാക്കിയ മക്കളെയും ഈ ഹദീസ് അത്ഭുതമാണ് നബിചര്യ എന്നൊരു പ്രമേയത്തിൽ ഒരു ഹദീസ് സെമിനാറിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണ് ഈ ഹദീസുകൾ ഇന്ന് ലോകത്ത് ഇന്ന് വളരെ കൃത്യമായി വ്യവസ്ഥാപിതമായ രൂപത്തിൽ ക്രോഡീകരിക്കപ്പെട്ട് മുന്നോട്ട് വരുന്നത്. ഇങ്ങനെ ഹദീസ് രംഗത്ത് വലിയ സേവനങ്ങൾ ചെയ്ത പണ്ഡിതന്മാരുടെയും അതുപോലെ തന്നെ അങ്ങനെയുള്ള ആളുകളുടെയും ചരിത്രം മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹദീസിന്റെ രംഗത്ത് ഒരാൾ തൊട്ടാൽ പിന്നെ അയാളുടെ ജീവിതം മുഴുവൻ റെക്കോർഡായി മാറി. അത് വ്യാജനായി തൊട്ടാലും ശരി, ഒരാൾ വ്യാജവാദം ഉന്നയിച്ചു, ഒരു വ്യാജ ഹദീസ് ഉണ്ടാക്കി. അതുകൊണ്ടാണ് സ്വഹീഹായ ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ച ബുഖാരിയും മുസ്ലിമും പോലുള്ള ഗ്രന്ഥങ്ങളുണ്ട്. അതേപോലെ തന്നെ മൗദൂആയ ഹദീസുകൾ ക്രോഡീകരിച്ച ഗ്രന്ഥങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. മൗദൂആയ ഹദീസ് എന്ന് പറഞ്ഞാൽ ദഈഫ് പോലുമല്ല, പൂർണ്ണമായും കെട്ടിച്ചമക്കപ്പെട്ടത് വ്യാജമായി നിർമ്മിച്ചുണ്ടാക്കിയ ഹദീസ് എന്ന് ഉറപ്പായ ഹദീസുകൾക്കാണ് മൗദൂ എന്ന് പറയുന്നത്. അതും ശേഖരിച്ച ഗ്രന്ഥങ്ങളാക്കി വെച്ചിട്ടുണ്ട്. കാരണം അത് രേഖപ്പെടുത്തപ്പെടണം. ഈ നൂറ്റാണ്ടിൽ, ഇസ്ലാമിക ചരിത്രത്തിലെ ഇന്ന നൂറ്റാണ്ടിലെ ഇന്ന വർഷം ഇന്ന മനുഷ്യരാൽ അല്ലെങ്കിൽ ഇന്ന വിഭാഗം പിഴച്ച കക്ഷികളാൽ ഇന്ന വ്യാജ ഹദീസുകൾ നിർമ്മിച്ചുണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. അതിലെ സനദും അതിലെ വാചകങ്ങളും ഇതാണ്. ലോകാവസാനം വരേക്കുമുള്ള മുസ്ലിം ഉമ്മത്തിലെ ഏതൊരു ഹദീസ് വിദ്യാർത്ഥിക്കും റഫറൻസായി അത് ഉപയോഗപ്പെടുത്താം. ഇന്ന വ്യാജമായി നിർമ്മിക്കപ്പെട്ട ഹദീസുകൾ പോലും രേഖപ്പെടുത്തി ഗ്രന്ഥങ്ങളൊക്കെ അവർ സൂക്ഷിച്ചിട്ടുണ്ട്. ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിന്നൊരു മനുഷ്യൻ ഒരു രസകരമായ ഒരു ശ്രമം നടത്തി. ഇന്ത്യയിൽ നിന്നൊരു മനുഷ്യൻ ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ അയാൾ വാദിച്ചു. ഹിജ്റ 600-കളിൽ ഒരു ദിവസം സുപ്രഭാതത്തിൽ അയാൾക്ക് തോന്നി, അയാൾ ഇങ്ങനെ ജനങ്ങളോട് പറഞ്ഞു, ഞാൻ സ്വഹാബിയാണ്, ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹയെ കണ്ടിട്ടുണ്ട്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചിട്ടുണ്ട്. ഹിജ്റ 600-കളിലാണ് ഇന്ത്യയിൽ നിന്നൊരു മനുഷ്യൻ. അയാളുടെ പേരും അയാളുടെ വിവരങ്ങളും അടക്കം ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മീസാനുൽ ഇഅ്തിദാലിൽ ആ മനുഷ്യന്റെ പേരും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ലഭ്യമായ വിവരങ്ങളും രേഖപ്പെടുത്തിയതിനു ശേഷം ഇമാം ദഹബിക്ക് തോന്നി, പോരാ, ആ മനുഷ്യനെ കുറിച്ച് ഒരു ചെറിയ കുറിപ്പ്, ഒരു ചെറു ഗ്രന്ഥം തന്നെ ഇമാം ദഹബി എഴുതി പൂർത്തിയാക്കുകയുണ്ടായി. ആ മനുഷ്യന്റെ പേര് ബാബ രത്തൻ എന്നായിരുന്നു. ബാബ രത്തൻ അൽ ഹിന്ദി എന്നു പേരുള്ള ഇന്ത്യക്കാരനായ ബാബ രത്തനെ കുറിച്ച് ഇമാം ദഹബി തന്റെ മീസാനുൽ ഇഅ്തിദാലിൽ എഴുതുന്നത് നമുക്ക് കാണാൻ കഴിയും. ഷെയ്ഖുൻ ദജ്ജാലുൻ ബിലാ റൈബ്, എത്രമാത്രം വലിയ യാതൊരു സംശയമില്ലാത്ത
വ്യാജവാദികളുടെ നേതാവ് എന്ന് അദ്ദേഹത്തെക്കുറിച്ച് രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. വഖദ് അല്ലഫ്തു ഫി അംരിഹി ജുസ്അൻ, അയാളുടെ വിഷയത്തിൽ എനിക്കൊരു ചെറു ഗ്രന്ഥമുണ്ട് എന്നുകൂടി അദ്ദേഹത്തിന് ആ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നത് കാണാൻ കഴിയും. മരണപ്പെട്ട വർഷം, അതുപോലെ തന്നെ അദ്ദേഹം ഉന്നയിച്ച വാദങ്ങൾ, അങ്ങനെ തുടങ്ങി എല്ലാം രേഖപ്പെടുത്തപ്പെട്ടു. എല്ലാം കൃത്യമായി റെക്കോർഡ് ചെയ്തു പോന്നു. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ മേഖല അത് ദീനിന്റെ സംരക്ഷണത്തിന്റെ മേഖലയാണ്. ആ മതിൽ തകർന്നാൽ പിന്നെ ദീനിനെ തകർക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് അതിനെ എന്ത് വില കൊടുത്തെങ്കിലും സംരക്ഷിക്കണം എന്ന് മുസ്ലിം സമൂഹം വളരെ പ്രാരംഭ കാലഘട്ടം മുതലേ അവർ കാണിച്ച നിർബന്ധ ബുദ്ധിയായിരുന്നു. വളരെ കണിശതയോടുകൂടി തന്നെ മുസ്ലിം സമൂഹം അത് പിന്തുടർന്നു പോകുന്നു. ഇന്ന് വളരെ വിശാലമായ ഇസ്ലാമിക യൂണിവേഴ്സിറ്റികളിലെയും ലൈബ്രറികളിൽ നമ്മൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ വളരെ വിശാലമായ ഗ്രന്ഥശേഖരങ്ങളുള്ള, ഓരോ ചെറിയ വിഷയങ്ങളിലും മൈന്യൂട്ടായ ഓരോ മസലകളിൽ പോലും ഗ്രന്ഥങ്ങളുള്ള വലിയൊരു വിജ്ഞാന ശാഖയായി ഹദീസ് നിദാന ശാസ്ത്രം അല്ലെങ്കിൽ ഹദീസുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ ഉണ്ടായി വന്നത് അങ്ങനെയാണ്. ഹദീസ് എന്നത് ഒരു കാലഘട്ടത്തിൽ മൊത്തം ഇസ്ലാമിൻ്റെ തന്നെ ചുരുക്കപ്പേരായി ഉപയോഗിക്കപ്പെട്ടു പോയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിഴച്ച കക്ഷികൾ ഒരുപാട് ഉണ്ടായി. എല്ലാവരും പറയുന്നു ഞങ്ങൾ ഖുർആൻ അംഗീകരിക്കുന്നു, ഖുർആൻ ഞങ്ങളുടെ വേദഗ്രന്ഥമാണ് എന്ന് പറഞ്ഞു എല്ലാ കക്ഷികളും അതേ അവകാശവാദം ഉന്നയിക്കുന്നു. ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകൾ സ്വീകരിക്കുന്ന, സ്വഹാബിമാരെ വിലക്കെടുക്കുന്ന, അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഒരു കാലഘട്ടത്തിൽ അഹ്ലുൽ ഹദീസ് എന്നുവരെ പേര് പറഞ്ഞിട്ടുണ്ട്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്നതുപോലെ തന്നെ ത്വരീഖത്തു സലഫ് അല്ലെങ്കിൽ മൻഹജു സലഫ് എന്ന പേര് പോലെ തന്നെ അഹ്ലുൽ ഹദീസ് എന്ന പേരും യഥാർത്ഥ മുസ്ലിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ ആദർശവും നയനിലപാടുകളും സ്വീകരിക്കുന്ന ആളുകൾക്ക് അഹ്ലുൽ ഹദീസ് എന്ന് പേര് പറഞ്ഞു പോയ കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള പണ്ഡിതന്മാർ അത് അങ്ങനെ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുമുണ്ട്. അഹ്ലുൽ ഹദീസാണ്, ഹദീസിന്റെ ആളുകളാണ് യഥാർത്ഥ സുന്നത്തനുസരിച്ച് അഥവാ യഥാർത്ഥ ഇസ്ലാം അനുസരിച്ച് മുന്നോട്ട് നീങ്ങുന്ന ആളുകൾ. കാരണം പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ടത് അത് അങ്ങനെ അതേപടി പിൻപറ്റുന്നത് ആ രംഗത്ത് ശരിയായ വിവരമുള്ള ആളുകളാണ് എന്നും കാണാൻ കഴിയും. ഈ ഉമ്മത്ത് 73 കക്ഷികളായി വിഭജിക്കും എന്നുള്ള ഹദീസ് അത് സുപരിചിതമാണല്ലോ. അതിലൊരു കക്ഷിയായിരിക്കും, അതിൽ ശരിയായ സ്വർഗത്തിൽ പോകുന്ന ശരിയായ ഒരു വിഭാഗമായിരിക്കും ഉണ്ടാകുക എന്നുള്ള ഹദീസ്. ആ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അതിന് താഴെ രേഖപ്പെടുത്തി ആ ഒരു വിഭാഗം ആരാണ്? ഇല്ലം യകൂനു അസ്ഹാബൽ ഹദീസ് ഫല അദ്രി മൻഹും. ഹദീസിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ അഹ്ലുസ് സുന്നയുടെ അത് യഥാർത്ഥ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകൾ, അവരാണ് നല്ല സ്വഹീഹായ ഹദീസുകൾ സ്വീകരിക്കുകയും ആ ഹദീസുകൾ പ്രമാണമായി മനസ്സിലാക്കി അതിനനുസരിച്ച് ശരിയായ ആശയാദർശങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുക. അവരല്ലെങ്കിൽ പിന്നെ ഫല അദ്രി മൻഹും, പിന്നെ വേറെ ആരാണെന്ന് എനിക്കറിയില്ല, ഇവർ തന്നെയാണ് എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. അങ്ങനെ ഹദീസ് എന്നത് ഒരു മുസ്ലിം എന്ന നിലക്ക്, ഒരു വിശ്വാസി എന്ന നിലക്ക് അഭിമാനത്തോടുകൂടി ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒന്നായിട്ട് തന്നെയാണ് മുസ്ലിം സമൂഹം തുടക്കം മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടത്തിൽ അത് സംരക്ഷിച്ചു പോകുന്നത്. ഹദീസിനുള്ളിലെ പല അത്ഭുതങ്ങളും കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല പ്രവചനങ്ങളും നടത്തുന്നത് പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യതയും ആ പ്രവാചകത്വവും തെളിയിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ലോകാവസാനം വരേക്കുമുള്ള മുസ്ലിങ്ങൾക്ക് ഒരു പാഠം എന്നോണം പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ ഹദീസുകൾ എത്രയോ പ്രവചനങ്ങൾ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ എത്രയോ അത്ഭുതകരമായ കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. മദീനയിലെത്തി, ഹിജറ ചെയ്ത് മദീനയിലെത്തി ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരി കൂടിയാണ് ഉമ്മു ഹറാം. അതുപോലെ തന്നെ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹുമ, രണ്ടുപേരും സഹോദരിമാരാണ്. ഇതിൽ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ മകനാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ഈ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ, ഈ വീട്ടിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹുവിന്റെ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കിടെ പോകാറുണ്ടായിരുന്നു. അവിടെ ചെന്ന് നിസ്കരിക്കാറുണ്ടായിരുന്നു, അതുപോലെ തന്നെ അവിടെ കിടന്നുറങ്ങാറുണ്ടായിരുന്നു, ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ വിശദമായി തന്നെ ചരിത്രത്തിൽ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു ദിവസം ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് പ്രവാചകനെ ചിരിക്കുന്നത്? അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭാവിയിൽ എൻ്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലെ പോരാളികളായി, യുദ്ധമുഖത്തേക്ക് പോരാളികളായി കപ്പലുകളിൽ യാത്ര ചെയ്തു പോകുന്നത്, രാജാക്കന്മാരെ പോലെയുള്ള ഇരിപ്പിടങ്ങളിൽ ഇരുന്നു കൊണ്ട് കപ്പലിലൂടെ അവരിങ്ങനെ കടൽ കീറി മുറിച്ചു പോകുന്നത് ഞാൻ സ്വപ്നത്തിൽ കണ്ടു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു നാവികസേനയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു സുശക്തമായ ഒരു കരസേനയെക്കുറിച്ച് പോലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത്. സ്വപ്നം 2-3 തവണ ആവർത്തിച്ചു.
അപ്പോഴൊക്കെയും ഹറാം റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ഉദ്ഉല്ലാഹ അൻ യജഅലനി മിൻഹും, എന്നെയും കൂടി ആ ഒരു സൈന്യത്തിൽ ഉൾപ്പെടുത്താൻ താങ്കൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. റസൂൽ പ്രാർത്ഥിച്ചു. അവസാനം നമുക്ക് കാണാൻ കഴിയും, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം പിന്നെയും വർഷങ്ങൾ മുന്നോട്ട് പോയി. അബൂബക്കർ, ഉമർ എന്നിവരുടെയൊക്കെ ഖിലാഫത്ത് കാലഘട്ടം കഴിഞ്ഞു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഡമാസ്കസിൽ ഷാമിലെ ഗവർണറായിരുന്ന മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ആദ്യമായി മുസ്ലിം സമൂഹം നാവികസേന രൂപീകരിച്ചു. ആ നാവികസേനയിലെ ഒന്നാമത്തെ പടക്കപ്പലിൽ ഹറാം റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നു. അവർ ആ പടക്കപ്പലിൽ യാത്ര ചെയ്ത് മറുകരയെത്തി അവിടെ നിന്ന് ഒരു വാഹനപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ അവിടെ നിന്ന് വഫാത്താവുകയാണ് ഉണ്ടായത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന്, ആ പ്രവചനങ്ങളിൽ നിന്ന് ഒരു നാവികസേനയെക്കുറിച്ച്, സുശക്തമായൊരു സേനയെക്കുറിച്ച് പോലും ചിന്തിക്കാനോ അങ്ങനെ ഒരു സാഹചര്യമോ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒരു നാവികസേനയെക്കുറിച്ച് പ്രവചനം നടത്തുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹദീസിൻ്റെ പഠനവും ഈ ഹദീസിൻ്റെ മേഖലയും എന്ന് വേണ്ട, ഹദീസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതൊന്നും ഒരു മനുഷ്യന് അത്ഭുതങ്ങളുടെ കലവറകൾ മാത്രം തുടർന്നു തരുന്ന ഒന്നാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇന്നും ഹദീസുകൾക്ക് നേരെ യാതൊരു ന്യായവുമില്ലാതെ ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. യാതൊരു ന്യായവുമില്ലാതെ ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്ന, വ്യാജമായ ആക്ഷേപങ്ങൾ എഴുതുവിടുന്ന സമൂഹത്തിൽ ഹദീസുകൾക്ക് നേരെ ഒളിഞ്ഞും തെളിഞ്ഞും അമ്പെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. മുസ്ലിം സമൂഹം സഹാബിമാർ മുതൽക്കേ കാണിച്ചു പോകുന്ന ആ കണിശതയും കാർക്കശ്യവും അത് ഇന്ന് ഏറ്റെടുത്ത് ഇത്തരത്തിലുള്ള ഹദീസ് സെമിനാറുകളിലൂടെ അതിൻ്റെ വെളിച്ചവുമായി തിരിച്ചുപോയി ഹദീസുകളെ പ്രതിരോധിക്കേണ്ട ചുമതല നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. വഴിയെ പോകുന്നവർക്കും വരുന്നവർക്കും അമ്മാനമാടാനുള്ളതല്ല അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, തിരുചര്യകൾ എന്ന ബോധ്യം നമുക്ക് ഏവർക്കും ഉണ്ടാകേണ്ടതുണ്ട്. വളരെ കണിശമായി മുൻഗാമികളടക്കമുള്ള ആളുകൾ അവരുടെ ജീവിതം മുഴുവൻ ത്യജിച്ച് ഈ മേഖലയിൽ സേവനങ്ങൾ അർപ്പിക്കാൻ തയ്യാറായിട്ടുണ്ട് എങ്കിൽ ഹദീസുകൾ സംരക്ഷിക്കുന്ന രംഗത്ത് എന്നതുപോലെ തന്നെ ഹദീസുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന രംഗത്തും നമ്മൾ ഓരോരുത്തരും ബദ്ധശ്രദ്ധരായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹദീസുകളെ പ്രതിരോധിക്കാൻ, ഓരോ ഹദീസുകളും മനസ്സിലാക്കുമ്പോഴും പഠിക്കുമ്പോഴും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹാബത്തിഹി കുല്ലിഹിം അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.